കെ.സി. വേണുഗോപാൽ എം.പിയുടെ വസതിയിൽ ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ആ ചർച്ചയിൽ എന്തുരുത്തിരിയുന്നു എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ വലിയ തർക്കത്തിന്റെ സ്കോപ്പ് അവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വളരെ കോടികളായിട്ടുള്ള സംഭാഷണമായിട്ട് തന്നെ വേണം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അതിലൊരു പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷമില്ല. അവസാനഘട്ട ഒരു ചർച്ച, അതായത് ഇനി അവസാനം ഏത് പേരിലേക്ക് ഏതൊക്കെ സ്ഥാനമാനങ്ങൾ എത്തണം, അല്ലെങ്കിൽ ഏതു മന്ത്രിസ്ഥാനം ആർക്കും നൽകണം എന്നുള്ള ഒരു കാര്യത്തിൽ അവസാനവട്ട ഒരു തീരുമാനം എടുക്കാനാണ് ഇവിടേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിച്ചേർന്നിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിന്റെ പല നേതാക്കളും ഉള്ളിലുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഉള്ളവരാണ് അവർ. ഒരു 10-ലധികം അല്ലെങ്കിൽ ഒരു 15ഓളം പ്രമുഖ നേതാക്കളും MLA-മാരും അടക്കം പലരും രാവിലെ മുതൽ ഇവിടെ വന്നു പോയിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഈ ഒരു സന്ദർശനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപിച്ചതിന് ശേഷം തിരികെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയുടെ പ്രധാന സംസാര വിഷയം അല്ലെങ്കിൽ പ്രധാന ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്തുതന്നെ ആയാലും അവസാന വട്ടത്തിലെ മന്ത്രിസഭ രൂപീകരണത്തിലെ ഏതൊക്കെ സ്ഥാനമാനങ്ങൾ ആർക്കൊക്കെ നൽകണമെന്ന് തന്നെയാകും. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പറഞ്ഞതുപോലെ തന്നെ കെ.സി. പക്ഷം ആവശ്യപ്പെട്ട 6 മന്ത്രിസ്ഥാനങ്ങൾ അത് കിട്ടുമോ, അല്ലെങ്കിൽ അത് ആർക്കൊക്കെ നൽകണം, അത് ഏതൊക്കെ പ്രമുഖ വകുപ്പുകൾ നൽകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവസാനവട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു തീരുമാനം എന്തായാലും ഉടൻ തന്നെ ആകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.